everyone. എല്ലാ വർഷത്തെയും പോലെ തന്നെ ഈ വർഷവും ബജറ്റിന്റെ തലേ ദിവസം എക്കണോമിക് സർവേ റിലീസ് ആയിട്ടുണ്ട്. എല്ലാ വർഷവും ഫെബ്രുവരി 1-നാണ് ബജറ്റ് പ്രഖ്യാപനം നടക്കാറ് അല്ലെ. ഫെബ്രുവരി 1-നാണ് ബജറ്റ് പ്രഖ്യാപനം നടക്കാറ്. അപ്പൊ തൊട്ട് തലേ ദിവസം ജനുവരി 31-നാണ് എക്കണോമിക് സർവേ റിലീസ് ചെയ്യാറ്. പക്ഷേ ഈ വർഷം ഇൻട്രീം ബജറ്റ് നടന്നതുകൊണ്ട് ഇന്ന് ജൂലൈ 23-നാണ് ബജറ്റ് പ്രഖ്യാപനം. അതിന് തൊട്ട് തലേ ദിവസം ജൂലൈ 22-നായിരുന്നു നമ്മുടെ എക്കണോമിക് സർവേ റിലീസ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമുക്ക് എക്സാമിന് ആവശ്യമുള്ള കീ ഹൈലൈറ്റ്സ് ആണ്. നമ്മുടെ എക്കണോമിക് സർവേയുടെ കീ ഹൈലൈറ്റ്സും കുറച്ച് കാര്യങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. റെഡി ആണല്ലോ? അപ്പൊ എല്ലാ വർഷങ്ങളിലെയും പോലെ തന്നെ എക്കണോമിക് സർവേയുടെ തൊട്ട് മുന്നേ ആയിട്ട് ഹൽവ സെറിമണി നടക്കുകയുണ്ടായിരുന്നു. അതിനുശേഷമാണ് എക്കണോമിക് സർവേ റിലീസ് ചെയ്തത്. അപ്പോൾ എക്കണോമിക് സർവേ വാസ് പ്രസന്റഡ് ഓൺ ജൂലൈ 22, a day before budget. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടേ ഉള്ളൂ. നിർമ്മല സീതാരാമൻ ജൂലൈ 23, അതായത് ഇന്ന് ബജറ്റ് അവതരിപ്പിക്കുന്നതോടുകൂടി 7 പ്രാവശ്യം തുടർച്ചയായി ബജറ്റ് അവതരിപ്പിക്കുന്ന ഫിനാൻസ് മിനിസ്റ്റർ എന്ന പദവി നിർമ്മല സീതാരാമന്റെ പേരിലാവുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക. അപ്പൊ എന്താണ് എക്കണോമിക് സർവേ? ആരാണ് ഇത് പുറത്തിറക്കുന്നത്? എന്താണ് ബജറ്റും എക്കണോമിക് സർവേയും തമ്മിലുള്ള ഡിഫറൻസ്? ഇതാണ് നമ്മൾ ഇനി നെക്സ്റ്റ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ എക്കണോമിക് സർവേ പ്രിപ്പയർ ചെയ്യുന്നത് ആരാണ്? നമ്മുടെ ഫിനാൻസ് മിനിസ്ട്രിയുടെ ഭാഗമായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക് അഫയേഴ്സ് ആണ് ഈ എക്കണോമിക് സർവേ തയ്യാറാക്കുന്നത്. അതും ചീഫ് എക്കണോമിക് അഡ്വൈസറുടെ ഒരു മേൽനോട്ടത്തിലായിരിക്കും എക്കണോമിക് സർവേ തയ്യാറാക്കുന്നത്. ഇപ്പോഴത്തെ ചീഫ് എക്കണോമിക് അഡ്വൈസർ ആണ് വി അനന്ത നാഗേശ്വരൻ. അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ എക്കണോമിക് സർവേ ആണ് ഇപ്രാവശ്യം അവതരിപ്പിച്ചത്. അങ്ങനെയാണെങ്കിൽ എന്താണ് എക്കണോമിക് സർവേയും ബജറ്റും തമ്മിലുള്ള വ്യത്യാസം? എക്കണോമിക് സർവേ വഴി നമ്മളെടുത്ത് കാണിച്ചു തരുന്നത് 2023-24 വർഷത്തെ നമ്മുടെ എക്കണോമിയുടെ പെർഫോമൻസ് എങ്ങനെയായിരുന്നു, GDP-യിലെ ഗ്രോത്ത്, എങ്ങനെയാണ് റീറ്റെയിൽ ഇൻഫ്ലേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ എക്കണോമിക് സർവേ വഴി നമുക്ക് അറിയാനായിട്ട് പറ്റുന്നത്. ഫിനാൻഷ്യൽ ഇയർ 23-24 വർഷത്തെ, അതായത് കഴിഞ്ഞ വർഷങ്ങളിൽ ഗവൺമെന്റ് എങ്ങനെയാണ് ചെയ്തത്, എങ്ങനെയാണ് എക്കണോമിയുടെ കിടപ്പ് ആ വർഷങ്ങളിൽ ഉണ്ടായിരുന്നത്, അതാണ് എക്കണോമിക് സർവേ വഴി നമുക്ക് അറിയാനായിട്ട് പറ്റുന്നത്. എന്നാൽ ബജറ്റ് വഴി നമുക്ക് അറിയാൻ പറ്റുന്നത് എന്താണ്? ബജറ്റ് വഴി നമുക്ക് അറിയാൻ പറ്റുന്നത് 2024-25 വർഷത്തെ, അതായത് ഇനി വരാനിരിക്കുന്ന വർഷത്തിൽ നമ്മുടെ എക്കണോമി എങ്ങനെയായിരിക്കണം എന്നുള്ള അനലൈസിംഗ് ആണ് നമ്മുടെ ബജറ്റ് വഴി നമുക്ക് അറിയാനായിട്ട് പറ്റുന്നത്. റെഡി ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓരോ കാര്യങ്ങളായിട്ട് നോക്കാം. നമ്മുടെ സ്റ്റേറ്റ് ഓഫ് എക്കണോമി, നമ്മുടെ എക്കണോമിക് സർവേ പ്രകാരം സ്റ്റേറ്റ് ഓഫ് എക്കണോമിയുടെ കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ GDP-യുടെ ഗ്രോത്ത് 6.5 to 7% ആണ് ഫിനാൻഷ്യൽ ഇയർ 25-ൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഫിനാൻഷ്യൽ ഇയർ 24-ൽ, അതായത് കഴിഞ്ഞ വർഷം GDP ഗ്രോത്ത് 8.2% ആയിരുന്നു. അത് സപ്ലൈ സൈഡിലെ ഗ്രോസ് വാല്യൂ ആഡഡ്, സപ്ലൈ സൈഡ് നമ്മൾ നോക്കുമ്പോൾ ഗ്രോസ് വാല്യൂ ആഡഡ് എന്ന് പറയുന്നത് 7.2% ആണ് ഫിനാൻഷ്യൽ ഇയർ 24-ൽ. അപ്പൊ GDP എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്? ടോട്ടൽ നാഷണൽ ഇൻകത്തിന്റെ കാൽക്കുലേഷൻ ആണ് അല്ലെ. ടോട്ടൽ എമൗണ്ട് ഓഫ് നാഷണൽ ഇൻകം അല്ലെങ്കിൽ ആകെ ദേശീയ വരുമാനമാണ് GDP എന്ന് പറയുന്നത്. അതും നമ്മുടെ ഗ്രോസ് വാല്യൂ ആഡഡും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മളിപ്പോ ഒരു 100 രൂപയുടെ ഒരു 10 പ്രോഡക്റ്റ്, 100 രൂപയുള്ള 10 പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ വാല്യൂ എത്രയായിരിക്കും? ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് 1000 ആണ് അല്ലെ, 1000 ആണ്. ഇനി ഞാൻ നെക്സ്റ്റ് ഇയർ എന്ത് ചെയ്യാണ്? 100 രൂപ തന്നെയാണ് നെക്സ്റ്റ് ഇയർ ആ പ്രോഡക്റ്റിന് വില കൂടിയാലും നമ്മൾ ഒരു വർഷത്തെ ബേസ് വാല്യൂ എടുത്തിട്ടാണ് നമ്മൾ കാൽക്കുലേഷൻസ് ചെയ്യുക അല്ലെ. അപ്പൊ 100 × 11 എണ്ണം ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ 1100 ആകും അല്ലെ. അപ്പൊ ഇവിടെ എത്ര വാല്യൂ ആണ് ആഡ് ആയത്? 100 അല്ലെ. ഇതിനെയാണ് വാല്യൂ അഡിഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ ആഡ് ചെയ്യുന്ന മൊത്തം വാല്യൂ കൂട്ടി നോക്കുമ്പോഴാണ് ഗ്രോസ് വാല്യൂ ആഡഡ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഗ്രോസ് വാല്യൂ ആഡഡ് എന്ന് പറയുന്നത് GDP കാൽക്കുലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്. മനസ്സിലായല്ലോ അല്ലെ. അപ്പൊ ഗ്രോസ് വാല്യൂ ആഡഡ് എന്ന് പറയുന്നത് 7.2% ആണ് ഫിനാൻഷ്യൽ ഇയർ 24-ൽ വരുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് റീറ്റെയിൽ ഇൻഫ്ലേഷൻ. റീറ്റെയിൽ ഇൻഫ്ലേഷൻ റെഡ്യൂസ് ചെയ്ത് 6.7% ആണ്
ഫിനാൻഷ്യൽ ഇയർ 23 അതിപ്പോൾ റെഡ്യൂസ് ചെയ്ത് ഫിനാൻഷ്യൽ ഇയർ 24 5.4% ആയിട്ടുണ്ട്. ഇപ്പൊ റീറ്റെയിൽ ഇൻഫ്ലേഷൻ 6.7% ആണ് ഫിനാൻഷ്യൽ ഇയർ 23 ഫിനാൻഷ്യൽ ഇയർ 24 ആയപ്പോൾ അത് 5.4% ആയി. നെക്സ്റ്റ് വരുന്നതാണ് ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് വരുന്നത് കറന്റ് അക്കൗണ്ട് ഡെഫിസിറ്റ്. എന്താണ് ഈ കറന്റ് അക്കൗണ്ട് ഡെഫിസിറ്റ് എന്ന് പറയുന്നത്? നമുക്കുള്ള എക്സ്പോർട്ടിലും ഇമ്പോർട്ടിലും വരുന്ന ഡിഫറൻസ് ഇൻ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ആണ് കറന്റ് അക്കൗണ്ട് ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ചില രാജ്യങ്ങളിൽ അത് സർപ്ലസ് ആയിരിക്കും, അതായത് അവിടെ എക്സ്പോർട്ട് ഗ്രേറ്റർ ദാൻ ഇമ്പോർട്ട് ആണ്. നമ്മുടെ കാര്യം എടുക്കുകയാണെങ്കിൽ, നമ്മുടെ ഇന്ത്യയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ എന്താണ്, അവിടെ ഇമ്പോർട്ട് ആണ് കൂടുതൽ, എക്സ്പോർട്ട് അല്ല. അതുകൊണ്ടാണ് നമ്മൾ ഡെഫിസിറ്റ് സൈഡിൽ വരുന്നത്. അപ്പൊ കറന്റ് അക്കൗണ്ട് ഡെഫിസിറ്റ് എന്ന് പറയുന്നത് 0.7% ആണ് ഫിനാൻഷ്യൽ ഇയർ 24. അതായത് ഫിനാൻഷ്യൽ ഇയർ 23 വെച്ച് നോക്കുമ്പോൾ അവിടെ 0.2% ഇംപ്രൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. Current account deficit stood at 0.7% of the GDP during the financial year 24. GDP-യുടെ 0.7% ആണ് ഫിനാൻഷ്യൽ ഇയർ 24 കറന്റ് അക്കൗണ്ട് ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഫിനാൻഷ്യൽ ഇയർ 23 0.2 GDP-യുടെ 0.2 ആണ് GDP-യുടെ 0.2 ആണ് ഫിനാൻഷ്യൽ ഇയർ 23. ക്ലിയർ ആണല്ലോ? റെഡി ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് പോയിന്റ് റിയൽ GDP, അതായത് നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ 24 ഫിനാൻഷ്യൽ ഇയർ 20 വെച്ച് നോക്കുമ്പോൾ, ഫിനാൻഷ്യൽ ഇയർ 24 ഫിനാൻഷ്യൽ ഇയർ 20 വെച്ച് നോക്കുമ്പോൾ 20% ഹൈക്ക് ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത്. The real GDP in financial year 24 was 20% higher than its level in financial year 20. നമുക്കറിയാം ഫിനാൻഷ്യൽ ഇയർ 20 കോവിഡ് വന്നിട്ടുണ്ടായിരുന്നു അല്ലെ. കോവിഡ് വരികയും നമ്മുടെ എക്കണോമി വളരെ വലിയ രീതിയിൽ താഴോട്ട് പോവുകയും ചെയ്തു. അപ്പോൾ ഒരു വി ഷേപ്പിലുള്ള എക്കണോമിക് റീഇൻഫോഴ്സ്മെന്റ് ആണ് നമ്മുടെ GDP-യിൽ നടക്കുന്നത് അല്ലെ. അപ്പൊ ഇവിടെ ഉണ്ടായിരുന്ന GDP മെല്ലെ ഇൻക്രീസ് ചെയ്ത് ഫിനാൻഷ്യൽ ഇയർ 20 നിന്നും 24 ആകുമ്പോഴത്തേക്കും ഒരു 20% ഹൈക്ക് ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ഓൺലി വെരി ഫ്യൂ മേജർ എക്കണോമീസിന് മാത്രം അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് ഈ ഒരു 20% ഹൈക്ക് എന്ന് പറയുന്നത്. ടോട്ടൽ ടാക്സ് അക്വയർഡ്, ഡയറക്റ്റ് ടാക്സിൽ നിന്നും അക്വയർ ചെയ്തിരിക്കുന്നത് 55% ഓഫ് ടാക്സ് കളക്റ്റഡ് ആണ് ഡയറക്റ്റ് ടാക്സിൽ നിന്നും കിട്ടിയിരിക്കുന്നത്. നെക്സ്റ്റ് ഇൻഡയറക്റ്റ് ടാക്സിൽ നിന്നും 45% ഇൻഡയറക്റ്റ് ടാക്സ് വരുന്നത്. ഓക്കെ, ഫുഡ് ഗ്രെയിൻസിന് മാത്രമായിട്ട് ഗവൺമെന്റ് ഹാസ് ബീൻ ഏബിൾ ടു എൻഷുർ ഫ്രീ ഫുഡ് ഗ്രെയിൻസ് ടു 81.4 crore പീപ്പിളിന് ഫ്രീ ആയിട്ട് ഫുഡ് ഗ്രെയിൻസ് പ്രൊവൈഡ് ചെയ്യാനും ഗവൺമെന്റിന് പറ്റിയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മുടെ കാര്യം നോക്കുകയാണെങ്കിൽ മോണിറ്ററി മാനേജ്മെന്റ് ആൻഡ് ഫിനാൻഷ്യൽ. നമ്മുടെ മോണിറ്ററി മാനേജ്മെന്റ് നോക്കുകയാണെങ്കിൽ Intermediation Monetary Policy Committee maintained the status on the policy repo rate. Repo rate 6.5% ആക്കിയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഫിനാൻഷ്യൽ ഇയർ 24. അപ്പോൾ റെപ്പോ റേറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നുണ്ടാവും. നമ്മൾ ഓൾറെഡി കേട്ടിട്ടുള്ള കാര്യമാണ്. ബാങ്കുകൾ RBI-യിൽ നിന്നും അല്ലെ, ബാങ്കുകൾ RBI-യിൽ നിന്നും കടമെടുക്കുന്ന സമയത്ത് RBI-ക്ക് കൊടുക്കുന്ന പലിശയാണ് റെപ്പോ റേറ്റ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. പക്ഷെ ഒന്നും കൂടി അത് നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ റെപ്പോ റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, നമ്മളൊരു ബാങ്കിൽ എന്തെങ്കിലും ലോൺ എടുക്കാൻ പോയി എന്ന് വിചാരിക്കുക. നമ്മൾ ബാങ്കിൽ ലോൺ എടുക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും ഒരു സാധനം ബാങ്കിൽ ഈട് വെച്ചിട്ടായിരിക്കും നമുക്ക് ലോൺ തരുന്നുണ്ടാവുക അല്ലെ. അതേ കാര്യം തന്നെയാണ് ഇവിടെയും അപ്ലിക്കബിൾ ആകുന്നത്. അതായത് ബാങ്കുകൾ RBI-യിൽ നിന്നും കടമെടുക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു സെക്യൂരിറ്റി ബാങ്കുകൾ RBI-യിൽ ഈടുവെക്കണം. അപ്പോൾ ബാങ്കുകൾ എന്താണ് ചെയ്യുന്നത്? ബാങ്കുകൾ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ആണ് RBI-യിൽ ഈടുവെക്കുന്നത്. അപ്പോൾ ബാങ്കുകളും RBI-യുമായിട്ട് എന്ത് ചെയ്യും? ഒരു അഗ്രിമെന്റ് ഒപ്പിടും. അത് ആ അഗ്രിമെന്റിൽ പറയും, ഓക്കെ, ഇന്ന സമയത്ത് കൃത്യമായി പലിശയും മുതലും തന്നുകൊണ്ട് ഈ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ഞങ്ങൾ തിരിച്ചെടുത്തോളാം എന്ന് പറഞ്ഞിട്ട് ഒരു അഗ്രിമെന്റ് ബാങ്കുകളും RBI-യുമായി വെക്കുന്നു. അതാണ് റീപർച്ചേസിംഗ് ഓപ്ഷൻ അല്ലെങ്കിൽ റീപർച്ചേസിംഗ് അഗ്രിമെന്റ് എന്ന് പറയുന്നത്. അവിടെ നിന്നാണ് ഈ റെപ്പോ റേറ്റ് എന്നുള്ള പേര് വന്നത്. റെഡി ആണല്ലോ? അപ്പൊ റെപ്പോ റേറ്റ് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. റെപ്പോ റേറ്റ് ഫിനാൻഷ്യൽ ഇയർ 24 6.5% ആക്കിയിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് വരുന്നതാണ് ക്രെഡിറ്റ് ഡിസ്പേഴ്സൽ ബൈ ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്ക്. ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ ക്രെഡിറ്റ് ഡിസ്പേഴ്സൽ എന്ന് പറയുന്നത് 164.3 lakh crore രൂപയാണ്.
20.2% ആണ് by 20.2% at the end of financial year 24. റെഡി ആണല്ലോ? അപ്പൊ എന്താണ് ഈ ഷെഡ്യൂൾഡ് ബാങ്കുകൾ അല്ലെ? RBI Act 1934 RBI Act 1934 പ്രകാരം സെക്കൻഡ് ഷെഡ്യൂൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ബാങ്കുകളാണ് ഷെഡ്യൂൾഡ് ബാങ്കുകൾ എന്നുള്ള കാര്യം ഇപ്പൊ തൽക്കാലത്തേക്ക് മനസ്സിലാക്കാം. പിന്നെയും കുറെ ഷെഡ്യൂൾഡ് ബാങ്കുകളും കൊമേഴ്ഷ്യൽ ബാങ്കുകളും തമ്മിലുള്ള വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് വേറൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ നമ്മുടെ നെക്സ്റ്റ് പോയിന്റ് നോക്കാം, ഗ്രോത്ത് ഇൻ ബ്രോഡ് മണി. അപ്പൊ എന്താണ് ഈ ബ്രോഡ് മണി എന്ന് പറയുന്നത്? കോമ്പണന്റ് ഓഫ് മണി സപ്ലൈയിൽ M1 M2 M3 എന്ന് പറഞ്ഞിട്ട് കുറെ അധികം കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അതിൽ വരുന്നതാണ് M3 കാറ്റഗറി ബ്രോഡ് മണി. അതായത് നമ്മുടെ ഡിമാൻഡ് ഡെപ്പോസിറ്റ്, ടൈം ഡെപ്പോസിറ്റിനെ ഒക്കെയാണ് ബ്രോഡ് മണിയിലെ M3 കാറ്റഗറി റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ബ്രോഡ് മണിയിൽ 11.2% ആണ് മാർച്ച് 2024 11.2% ആണ് കാണിക്കുന്നത്. ഇത് 9% ആയിരുന്നു 2023 കഴിഞ്ഞ വർഷം. ഇത് ബ്രോഡ് മണി M3% എന്ന് പറയുന്നത് 9% ആയിരുന്നു. അഗ്രികൾച്ചറും അലൈഡ് ആയിട്ടുള്ള ബാക്കി കാര്യങ്ങളും തമ്മിൽ അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് ആക്ടിവിറ്റീസ് ഫിനാൻഷ്യൽ ഇയർ 24 ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് ആണ് കാണിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റ് ഗ്രോത്ത് 8.5% ആണ് കമ്പയർഡ് ടു ലാസ്റ്റ് ഇയർ അത് 5.2% ആയിരുന്നു. നെക്സ്റ്റ് വരുന്നതാണ് IBC has been recognized as an effective solution for twin balance sheet problem. അപ്പോൾ എന്താണ് ഈ ട്വിൻ ബാലൻസ് ഷീറ്റ് പ്രോബ്ലം എന്ന് പറയുന്നത്? നമുക്കറിയാം ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് ഇവിടെ പറയാം. ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബാലൻസ് ഷീറ്റ് എന്ന് പറയുകയാണെങ്കിൽ നമുക്കറിയാം ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ഒരു ബാങ്കിന്റെ ടോട്ടൽ അസറ്റ്സിന്റെയും ലയബിലിറ്റിന്റെയും ഫുൾ കാണിക്കുന്ന ഒരു ഷീറ്റ് ആണ് ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ അല്ലെ. അപ്പോൾ ബാലൻസ് ഷീറ്റ് എന്താണെന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് ട്വിൻ ബാലൻസ് ഷീറ്റ് എളുപ്പത്തിൽ മനസ്സിലാക്കാം. അതായത് ഇപ്പൊ ഒരു ബാങ്ക് ഒരു എക്കണോമിക് ബൂം ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്ന സമയത്ത് ബാങ്കുകളിൽ നിന്നും കുറേ അധികം കമ്പനീസ് എന്ത് ചെയ്തു? കുറേ അധികം എമൗണ്ട് ലോൺ ആയിട്ട് എടുത്തു. എന്തിനാണ് ഇവർ ഈ ലോൺ എടുത്തത്? ഡിജിറ്റലി അവർക്ക് കുറച്ചും കൂടി എസ്റ്റാബ്ലിഷ് ചെയ്യാനും അവരുടെ ഇൻഫ്രാസ്ട്രക്ചറും ടെക്നോളജിയും ഒക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്യാനായിട്ട് കുറേ അധികം കമ്പനികൾ എക്കണോമി ബൂം ആയിരുന്ന സമയത്ത് കുറേ അധികം പൈസ ബോറോ ചെയ്തു. കമ്പനികൾ ബോറോ ചെയ്തു. അങ്ങനെ കമ്പനികൾ ഇത് ബോറോ ചെയ്യുകയും അവരുടെ ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചറും ടെക്നോളജിയും ഒക്കെ ഡെവലപ്പ് ചെയ്യുകയും ചെയ്തു. പക്ഷെ കഴിഞ്ഞ 2-3 വർഷമായി എക്കണോമി എങ്ങനെയാണ്? എക്കണോമിയിൽ ഡിപ്പ് ഉണ്ടായത് മൂലം ഈ കമ്പനികൾക്ക് ഈ പൈസ ബാങ്കിലേക്ക് തിരിച്ചടക്കാൻ പറ്റിയില്ല. അങ്ങനെ തിരിച്ചടക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ബാങ്കുകളിൽ എന്തായി? ഈ കൊടുത്ത പൈസ മുഴുവൻ ഒരു നോൺ പെർഫോമിംഗ് അസറ്റ് ആയി. നമുക്കറിയാം ബാങ്കുകളുടെ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത് ബാങ്കുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ലോണാണ് അല്ലെ. അപ്പോഴാണ് ലോണും പലിശയും തിരിച്ചു കിട്ടുമ്പോഴാണ് ബാങ്കുകൾക്ക് അസറ്റ് ഉണ്ടാവുക. അപ്പൊ ഈ ഒരു അസറ്റ് കമ്പനികൾ പൈസ തിരിച്ചടക്കാത്തത് കൊണ്ട് ബാങ്കുകളിൽ അപ്പൊ ഈ കടം കൊടുത്ത പൈസ എന്തായി? നോൺ പെർഫോമിംഗ് അസറ്റ് ആയി. NPA അല്ലെങ്കിൽ നോൺ പെർഫോമിംഗ് അസറ്റ് ആയിട്ട് മാറി. അപ്പോ ഈ നോൺ പെർഫോമിംഗ് അസറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ബാങ്കുകളുടെ വരുമാനം കുറഞ്ഞു അല്ലെ. അപ്പൊ ജെനുവിൻ ആയിട്ടുള്ള ബോറോവേഴ്സിന് കൊടുക്കാൻ ബാങ്കുകളുടെ കയ്യിൽ എന്തില്ല? പൈസ ഇല്ല. ജെനുവിൻ ബോറോവേഴ്സ് വന്ന് ഇപ്പൊ ബാങ്കിന്റെ അടുത്ത് പൈസ ചോദിക്കുന്ന സമയത്ത് ബാങ്കുകൾക്ക് കൊടുക്കാൻ പൈസ ഇല്ല. അതേ സെയിം ഇഷ്യൂ തന്നെ എന്ത് വന്നു? നമ്മുടെ കമ്പനികൾക്കും വന്നു അല്ലെ. കമ്പനികളുടെ ബാലൻസ് ഷീറ്റിൽ എന്താ പ്രശ്നം വന്നത്? അവർക്ക് തിരിച്ചടക്കാൻ പൈസ ഇല്ല. അപ്പൊ അവരുടെ ലയബിലിറ്റി കൂടി അല്ലെ. അങ്ങനെ കമ്പനികളുടെയും ബാങ്കിന്റെയും രണ്ട് സൈഡിന്റെയും ബാലൻസ് ഷീറ്റിൽ പ്രോബ്ലം വന്നു. ഇതിനെയാണ് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ട്വിൻ ബാലൻസ് ഷീറ്റ് പ്രോബ്ലം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഈ ട്വിൻ ബാലൻസ് ഷീറ്റ് പ്രോബ്ലം IBC റെക്കഗ്നൈസ് ചെയ്യുകയും ലാസ്റ്റ് 8 വർഷമായിട്ട് IBC ഹാസ് ബീൻ റെക്കഗ്നൈസ്ഡ് ആസ് ആൻ എഫക്റ്റീവ് സൊല്യൂഷൻ ഫോർ ട്വിൻ ബാലൻസ് ഷീറ്റ് പ്രോബ്ലം. IBC ട്വിൻ ബാലൻസ് ഷീറ്റ് പ്രോബ്ലത്തിന് ഒരു എഫക്റ്റീവ് സൊല്യൂഷൻ കൊണ്ടുവരികയും കഴിഞ്ഞ 8 വർഷമായി 31,394 കോർപ്പറേറ്റ് ഡെപ്റ്റേഴ്സ് ഇൻവോൾവിംഗ് Rs 39.5 lakh rupees Rs 13.9 lakh crore ഡിസ്പോസ് ഓഫും ചെയ്തിട്ടുണ്ട് ബൈ മാർച്ച് 2024. അപ്പോൾ IBC സൊല്യൂഷൻ ഉണ്ടാക്കിയത് മൂലമാണ് 31,394 കമ്പനികൾ 8 വർഷത്തോളമായിട്ട് ലാസ്റ്റ് 8 years ആയിട്ട് 13.9 lakh crore ഡിസ്പോസ് ഓഫ് ചെയ്യാനായിട്ട് സാധിച്ചത്. നെക്സ്റ്റ്
എന്താണ് primary capital market facilitated capital formation of 10.9 lakh crore during financial year 24. 10.9 lakh crore ആണ് primary capital marketൽ ഉണ്ടായിരുന്ന capital എന്ന് പറയുന്നത്. Next, Indian microfinance sector emerges as a second largest in the world after China. നമ്മുടെ Indian microfinance sector second largest in world ആയി after China. Ready? Next, ഇപ്പൊ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഈ രണ്ട് പോയിന്റും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നമ്മുടെ ഇന്ത്യൻ മൈക്രോ ഫിനാൻസിൽ സെക്കൻഡ് ലാർജസ്റ്റ് ആയിട്ടുള്ള കാര്യവും 10.9 lakh crore ആണ് നമ്മുടെ പ്രൈമറി ക്യാപിറ്റൽ മാർക്കറ്റിൽ ഫെസിലിറ്റേറ്റ് ചെയ്തെന്നുള്ള കാര്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്, ആലോചിക്കാം. നെക്സ്റ്റ് വരുന്നതാണ് പ്രൈസ് ആൻഡ് ഇൻഫ്ലേഷൻ. പ്രൈസ് ആൻഡ് ഇൻഫ്ലേഷന്റെ കാര്യത്തിൽ നോക്കുമ്പോൾ സെൻട്രൽ ഗവൺമെന്റിന്റെ ടൈംലി പോളിസി പ്രകാരവും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കുറേയധികം ഇടപെടലുകൾ മൂലവും പ്രൈസ് സ്റ്റെബിലിറ്റി പോലെയുള്ള കുറേയധികം ഇടപെടലുകൾ മൂലവും നമ്മുടെ ഇൻഫ്ലേഷൻ, റീറ്റെയിൽ ഇൻഫ്ലേഷൻ 5.4% ആക്കിയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സെൻട്രൽ ഗവൺമെന്റ് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത്? LPG, പെട്രോൾ, ഡീസൽ പോലെയുള്ള കാര്യങ്ങളിലെ പ്രൈസ് കട്ട് ചെയ്തു. അതുകൊണ്ടാണ് നമ്മുടെ ഇൻഫ്ലേഷൻ 5.4% ആക്കിയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയത്. ആസ് എ റിസൾട്ട് റീറ്റെയിൽ ഫ്യൂൽ ഇൻഫ്ലേഷൻ സ്റ്റേഡ് ലോ ഇൻ ഫിനാൻഷ്യൽ ഇയർ 24. നമ്മുടെ LPG, പെട്രോൾ, ഡീസൽ പോലെയുള്ള വാല്യൂസിൽ ഇവരുടെ പ്രൈസിൽ കട്ട് വരുത്തിയത് കൊണ്ടാണ് ഫിനാൻഷ്യൽ ഇയർ 24 റീറ്റെയിൽ ഫ്യൂൽ ഇൻഫ്ലേഷൻ കുറയ്ക്കാനായിട്ട് പറ്റിയത്. പക്ഷേ ഫുഡ് ഇൻഫ്ലേഷൻ എങ്ങനെയാണെന്ന് നോക്കിയേ. ഫുഡ് ഇൻഫ്ലേഷന്റെ കാര്യത്തിലാണെങ്കിൽ ഫിനാൻഷ്യൽ ഇയർ 23 6.6% ആയിരുന്നു. പക്ഷേ ഫിനാൻഷ്യൽ ഇയർ 24 ആയപ്പോൾ അത് ഇൻക്രീസ് ചെയ്ത് 7.5% ആയിട്ട് മാറി. റെഡി ആണല്ലോ? അപ്പൊ പ്രൈസ് ആൻഡ് ഇൻഫ്ലേഷന്റെ കാര്യത്തിൽ പിന്നെ നെക്സ്റ്റ് 29 states and union territories recorded inflation below 6% in financial year 24. അതായത് RBIക്ക് കുറച്ച് ഇൻഫ്ലേഷന്റെ കാര്യം എടുക്കുമ്പോൾ RBIക്ക് കുറച്ച് ടാർഗറ്റ്സ് ഉണ്ട്. 6%-ൽ മുകളിൽ എന്ത് പോകാൻ പാടില്ല? ഇൻഫ്ലേഷൻ പോകാൻ പാടില്ല. കൂടാതെ 2%-ന് താഴെയും ഇൻഫ്ലേഷൻ പോകാൻ പാടില്ല. ഇങ്ങനെ ഒരു ഗൈഡ് ലൈൻ, ഇങ്ങനെ ഒരു ടാർഗറ്റ് നമ്മുടെ RBIക്ക് ഉണ്ട്. ഇതിനെ നമുക്ക് അപ്പർ ടാർഗറ്റ് ലെവൽ എന്നും ഇതിനെ ലോവർ ടാർഗറ്റ് ലെവൽ എന്നും പറയാം. ഇതിന്റെ ഉള്ളിലായിരിക്കണം എന്തായിരിക്കേണ്ടത്? നമ്മുടെ ഇൻഫ്ലേഷന്റെ ഒരു റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ 29 states and union territories recorded inflation below 6% in financial year 24. RBI project inflation to fall to 4.5% in financial year 24. അതായത് ഫിനാൻഷ്യൽ ഇയർ 24 RBI പ്രൊജക്ട് ചെയ്യുന്ന ഇൻഫ്ലേഷൻ റേറ്റ് എന്ന് പറയുന്നത് 4.5 ആണ്. ഫിനാൻഷ്യൽ ഇയർ 26 ആകുമ്പോഴത്തേക്കും അത് 4.1 ആക്കണമെന്നാണ് RBIയുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. IMF ഫോർകാസ്റ്റ് പ്രകാരം ഇൻഫ്ലേഷൻ 2024 4.6 ആയിരുന്നു. 2025 അത് 4.2 ആയിരിക്കുമെന്നാണ് IMF ഫോർകാസ്റ്റുകൾ പറയുന്നത്. പക്ഷെ RBI പ്രൊജക്ട് ചെയ്യുന്നത് ഫിനാൻഷ്യൽ ഇയർ 25 4.5ഉം ഫിനാൻഷ്യൽ ഇയർ 26 4.1ഉം ആയിരിക്കണം എന്നാണ്. റെഡി? നെക്സ്റ്റ് എക്സ്റ്റേണൽ സെക്ടറിന്റെ കാര്യം നമ്മൾ നോക്കുമ്പോൾ വേൾഡ് ബാങ്ക്സ് ലോജിസ്റ്റിക്സ് പെർഫോമൻസ് ഇൻഡെക്സ് ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട് ബൈ 6th place. ഇന്ത്യ റാങ്ക്സ് ഇൻ ദി വേൾഡ് ബാങ്ക്സ് ലോജിസ്റ്റിക്സ് പെർഫോമൻസ് ഇൻഡെക്സ് ഇംപ്രൂവ്ഡ് ബൈ 6th place. 6 place ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. 2018 അത് 44 ആയിരുന്നു. 2023 38 ആയിരുന്നു. ഔട്ട് ഓഫ് 139 countries. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, ഇമ്പോർട്ടന്റ് ആണ്. The moderation in the merchandise imports and rising services exports have improved India's current account deficit. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു കറന്റ് അക്കൗണ്ട് ഡെഫിസിറ്റ് എന്താണെന്ന് അല്ലെ. ഇമ്പോർട്ട് എക്സ്പോർട്ടിൽ വരുന്ന ഡിഫറൻസ് ആണ് കറന്റ് അക്കൗണ്ട് ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ എക്സ്റ്റേണൽ സെക്ടറിൽ പറയുന്നത് എന്താണ്? മോഡേണൈസേഷൻ ഇൻ മെർച്ചൻഡൈസ് ഇൻ ഇമ്പോർട്ടിൽ മോഡേണൈസേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. റൈസിംഗ് സർവീസ് എക്സ്പോർട്സ് ആൻഡ് ഇംപ്രൂവ്ഡ് ഇന്ത്യാസ് കറന്റ് അക്കൗണ്ട് ഡെഫിസിറ്റ്. അപ്പോൾ ഇമ്പോർട്ടിൽ മോഡേണൈസേഷൻ കൊണ്ടുവരികയും എക്സ്പോർട്സ് ഇംപ്രൂവ് ചെയ്യുന്നതും മൂലം നമ്മുടെ കറന്റ് അക്കൗണ്ട് ഡെഫിസിറ്റ് നമുക്ക് നാരോ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കുറയ്ക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. എത്ര പെർസെന്റേജ് ആണ്? 0.7% ആണ് ഫിനാൻഷ്യൽ ഇയർ 24 കറന്റ് അക്കൗണ്ട് ഡെഫിസിറ്റ് നമുക്ക് നാരോ ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ളത്. ഇന്ത്യ ഈസ് ഗെയിനിങ് മാർക്കറ്റ് ഷെയർ ഇൻ ഗ്ലോബൽ എക്സ്പോർട്സ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയർ 24 ഷെയർ ചെയ്ത
ഗ്ലോബൽ ഗുഡ് എക്സ്പോർട്ട് എന്ന് പറയുന്നത് 1.8% ആണ്. 16-20 ആവറേജ് എത്രയാണ്? എഗെയിൻസ്റ്റ് ആവറേജ് ഓഫ് 1.7% ആണ് ഫിനാൻഷ്യൽ ഇയർ 16-20 നമ്മുടെ ഇന്ത്യ ഗെയിൻ ചെയ്ത ഗ്ലോബൽ മാർക്കറ്റ് ഷെയർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇന്ത്യ സർവീസ് എക്സ്പോർട്സ്. നമ്മുടെ സർവീസ് എക്സ്പോർട്സ് 4.9% ആണ് ഗ്രോ ചെയ്തിരിക്കുന്നത്. $341.4 ബില്യൺ ആണ് ഫിനാൻഷ്യൽ ഇയർ 24 കറക്റ്റ് ആയിട്ട് റുപ്പീസിന് US ഡോളേഴ്സിന്റെ കേസിൽ പറയുകയാണെങ്കിൽ. ഓക്കെ, ഇത് ഏത് സെക്ടറിലാണ് ഇംപ്രൂവ് ആയിരിക്കുന്നതെന്ന് വെച്ചാൽ IT, സോഫ്റ്റ്വെയർ സർവീസ് ആൻഡ് അതർ ബിസിനസ് സർവീസിലാണ്. എക്സ്പോർട്ട് സെക്ടറിൽ ഇന്ത്യ സർവീസ് എക്സ്പോർട്സ് 4.9% ആണ് ഗ്രോ ചെയ്തിരിക്കുന്നത്. 341.4 ബില്യൺ ഇൻ ഫിനാൻഷ്യൽ ഇയർ 24. ഏത് സെക്ടറിലാണ്? IT, സോഫ്റ്റ്വെയർ സർവീസ് ആൻഡ് അതർ ബിസിനസ് സർവീസിലാണ് ഈ ഗ്രോത്ത് വരുന്നത്. ഇനി ഇന്ത്യ is the top remittance recipient. അതായത് ഫോറിൻ കൺട്രീസിൽ നിന്നും നമ്മുടെ ഇന്ത്യയിലേക്ക് വരുന്നതിനെയാണ് നമ്മൾ റെമിറ്റൻസ് എന്ന് പറയുന്നത് അല്ലെ. ഇന്ത്യ is the top remittance recipient country globally top recipient country ആയിട്ട് വരുന്നത് ഇന്ത്യയാണ്. വിത്ത് റെമിറ്റൻസ് റീച്ചിങ് മൈൽ സ്റ്റോൺ എത്രയാണ്? 120 ബില്യൺ US ഡോളേഴ്സ് ആണ് റെമിറ്റൻസ് എമൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, in 2023 120 ബില്യൺ US റെമിറ്റൻസ് വന്നിട്ടുള്ളത്. Okay, next, India's external debt has been sustainable over the years with external debt to GDP ratio standing at 18.7% at the end of March 2024. External debt to GDP ratio എന്ന് പറയുന്നത് 18.7% ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ തോന്നുന്നുണ്ടാവും ഇത്രയും കാര്യങ്ങൾ പഠിക്കണമെന്നുള്ളത്. പക്ഷെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് കേട്ടോ. നമ്മളെ ബജറ്റിന്റെ കാര്യങ്ങളും എക്കണോമിക് സർവേയുടെ കാര്യങ്ങളും ഇമ്പോർട്ടന്റ് ആണ്. റെഡി? നെക്സ്റ്റ്, മീഡിയം ടേം ഔട്ട്ലുക്ക് നോക്കുമ്പോൾ key areas policy focus in the short to medium term. ഏതൊക്കെ ഏരിയയിലാണ് ഫോക്കസ് ചെയ്യുന്നത്? ജോബ്സ് ആൻഡ് സ്കിൽ ക്രിയേഷൻ, tapping full potential of the agricultural sector, MSME മേഖല, green transition, corporate bond market, young populations, quality of health. ഇത്രയും കാര്യങ്ങളിലാണ് മെയിൻ ആയിട്ടുള്ള ഫോക്കസ് വരുന്നത്. ഇന്ത്യയുടെ എക്കണോമിക് ഗ്രോത്തിനായിട്ടുള്ള അമൃതകാൽ ഗ്രോത്ത് സ്ട്രാറ്റജി ബേസ് ചെയ്തിട്ടുള്ള 6 കീ ഏരിയ ആണുള്ളത്. ബൂസ്റ്റിംഗ് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ്, എക്സ്പാൻഷൻ ഓഫ് MSMEs, അഗ്രികൾച്ചർ ആസ് ഗ്രോത്ത് എഞ്ചിൻ, ഫിനാൻസിംഗ് ഗ്രീൻ ട്രാൻസിഷൻ, ബ്രിഡ്ജിംഗ് എഡ്യൂക്കേഷൻ എംപ്ലോയ്മെന്റ് ഗ്യാപ്പ് ആൻഡ് ബിൽഡിംഗ് കപ്പാസിറ്റി ഓഫ് സ്റ്റേറ്റ്. ഇത്രയുമാണ് അമൃതകാൽ ഗ്രോത്ത് സ്ട്രാറ്റജി പ്രകാരം 6 കീ ഏരിയാസ് വരുന്നത്. നെക്സ്റ്റ് നമ്മളെടുത്ത് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ എക്കണോമി 7%. ഫോർ ഇന്ത്യൻ എക്കണോമി ടു ഗ്രോ അറ്റ് 7% പ്ലസ് 7%-ലധികം ഇന്ത്യൻ എക്കണോമി ഗ്രോ ചെയ്യണമെങ്കിൽ യൂണിയൻ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ് ആൻഡ് പ്രൈവറ്റ് സെക്ടറിന്റെ ഒരു കോമ്പാക്ട് ആയിട്ടുള്ള പ്രവർത്തനമാണ് ആവശ്യം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇതിന്റെ 3ന്റെയും പ്രവർത്തനം ആവശ്യമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ്, നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എനർജി ട്രാൻസിഷന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇന്ത്യ സിഗ്നിഫിക്കന്റ് പ്രോഗ്രസ് ആണ് ക്ലൈമറ്റ് ആക്ഷന്റെ കാര്യത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. എങ്ങനെയൊക്കെയാണ്? റിന്യൂവബിൾ എനർജി, ഇൻക്രീസ് ഇൻ റിന്യൂവബിൾ എനർജി കപ്പാസിറ്റി ആൻഡ് ഇംപ്രൂവ്മെന്റ് ഇൻ എനർജി എഫിഷ്യൻസി. റിന്യൂവബിൾ എനർജി സോഴ്സുകൾ, അതായത് പുനരുപയോഗിക്കാൻ പറ്റുന്ന ഊർജ്ജ സ്രോതസ്സുകളുടെ ഉപയോഗവും എനർജി എഫിഷ്യന്റ് ആയിട്ടുള്ള പ്രവർത്തനങ്ങളും കാരണം സിഗ്നിഫിക്കന്റ് പ്രോഗ്രസ് ആണ് ക്ലൈമറ്റ് ആക്ഷനിൽ ഇന്ത്യ കൈവരിച്ചിട്ടുള്ളത്. As of 31 May 2024, the share of non-fossil sources in the installed electricity generation capacity has reached 45.4%. അതായത് നോൺ ഫോസിൽ സോഴ്സിൽ നിന്നുമുള്ള അതായത് ഫോസിൽ സോഴ്സ് ആകുന്ന സമയത്ത് തീർന്നു പോയാൽ പിന്നെ എന്താണ്, നമുക്കത് പിന്നീട് ഉണ്ടായി വരാൻ കുറേ അധികം കാലങ്ങൾ എടുക്കും അല്ലെ. പക്ഷേ നോൺ ഫോസിൽ സോഴ്സിൽ നിന്നുമുള്ള ഇൻസ്റ്റാൾഡ് ഇലക്ട്രിസിറ്റി ജനറേഷൻ 45.5% ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. 45.4% ആയിട്ട് റീച്ച് ചെയ്തിട്ടുണ്ട്. Further, the country has reduced the emission of intensity of its GDP from
2005 level by 33% in 2019. അതായത് എമിഷൻ ഇന്റൻസിറ്റി ഓഫ് ഇറ്റ്സ് GDP, എമിഷൻ ഇന്റൻസിറ്റി ഓഫ് GDP 2005 ലെവലിൽ നിന്നും 33%, 2005 level by 33% in 2019. Next, ഇന്ത്യയുടെ GDP, ഇന്ത്യസ് GDP ബിറ്റ്വീൻ 2005ലെയും 2019ലെയും വെച്ച് നോക്കുമ്പോൾ ആനുവൽ ഗ്രോത്ത് റേറ്റ്, കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ് 7% ആണ് 2005ഉം 2019ഉം. ഇന്ത്യസ് GDP ബിറ്റ്വീൻ 2005ഉം 2019ഉം ഗ്രോ ചെയ്തിരിക്കുന്നത് ആനുവൽ ഗ്രോത്ത് റേറ്റ് CAGR 7% ആണ്. എമിഷൻ grew at കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് 4% ആണ്. അപ്പൊ നമ്മുടെ കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ് 2005ന്റെയും 2019ന്റെയും ഇടയിൽ നോക്കുമ്പോൾ 7% ആണ്. എമിഷൻ grew at കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ് ഓഫ് about 4% ആണ്. ഓക്കെ, ഗവൺമെന്റ് എന്ത് ചെയ്തിട്ടുണ്ട്? സെവറൽ ക്ലീൻ കോൾ ഇനീഷ്യേറ്റീവ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ലൈക്ക് കോൾ ഗ്യാസിഫിക്കേഷൻ മിഷൻ അതിനൊരു എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ് പോയിന്റ് വരുന്നത് ടോട്ടൽ ആനുവൽ എനർജി സേവിങ്. അതായത് 51 മില്യൺ ടൺസ് ഓഫ് ഓയിൽ ഇക്വലന്റ് ട്രാൻസ്ലേറ്റ് ചെയ്ത് ടോട്ടൽ ആനുവൽ കോസ്റ്റ് സേവിങ്സ് 1,94,320 crore ആയിട്ട് മാറിയിട്ടുണ്ട്. ആൻഡ് എമിഷൻ റിഡക്ഷൻ ഓഫ് അറൌണ്ട് 306 മില്യൺ ടൺസ്. ഓക്കെ, അപ്പൊ നമ്മുടെ എനർജി സേവിങ്സുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളാണ് ഈ ഒരു പോയിന്റ്സിലൊക്കെ പറഞ്ഞിരിക്കുന്നത്. എക്സ്പാൻഡിംഗ് റിന്യൂവബിൾ എനർജി ആൻഡ് ക്ലീൻ ഫ്യൂൽസ് വിൽ ഇൻക്രീസ് ഡിമാൻഡ് ഫോർ ലാൻഡ് ആൻഡ് വാട്ടർ. നെക്സ്റ്റ്, ഗ്രീൻ എനർജി ബോണ്ടിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഗവൺമെന്റ് ഇഷ്യൂഡ് സോവേരിയൻ ഗ്രീൻ ബോണ്ട് എമൗണ്ടിംഗ് ടു 16,000 crore in January-February 2023, followed by 20,000 crore in October-December 2023. റെഡി ആണല്ലോ? അപ്പൊ ഗ്രീൻ, നമ്മുടെ എനർജി, ക്ലൈമറ്റ് ചേഞ്ച്, എനർജി എഫിഷ്യൻസിനെ കുറിച്ചൊക്കെ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കാനുള്ളത്. നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ഹെൽത്ത് ആണ്. ദാറ്റ് ഇസ് ആയുഷ്മാൻ ഭാരത് സ്കീം. ആയുഷ്മാൻ ഭാരതില് ഓവർ 34.7 crore ആയുഷ്മാൻ ഭാരത് കാർഡുകളാണ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. 7.37 crore ഹോസ്പിറ്റൽ അഡ്മിഷൻസ് ഉണ്ടായിട്ടുണ്ട്. സേവ്സ് മോർ ദാൻ 1.25 lakh crore in out of pocket expenses for poor and deprived families. മെന്റൽ ഹെൽത്തിന്റെ കേസിൽ നോക്കുന്ന സമയത്ത് എക്കണോമിക് സർവേ 2024 addresses mental health at the economic level for the first time ever. ഫസ്റ്റ് ടൈം ആണ് എക്കണോമിക് സർവേയിൽ മെന്റൽ ഹെൽത്ത് അഡ്രസ് ചെയ്യുന്നത്. അപ്പൊ പ്രൊഡക്ടിവിറ്റി ആയാലും നമ്മുടെ മെന്റൽ ഹെൽത്ത്, നമ്മുടെ പ്രൊഡക്ടിവിറ്റിക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്, അല്ലെ? അപ്പോൾ എക്സസീവ് സ്മാർട്ട് ഫോൺ യൂസും ഇന്റർനെറ്റ് യൂസും നമ്മുടെ ചൈൽഡ്ഹുഡ് ഡെവലപ്മെന്റിനെയും മെന്റൽ ഹെൽത്തിനെയും ഒക്കെ ബാധിക്കുന്ന കാര്യമാണെന്ന് നമ്മുടെ എക്കണോമിക് സർവേയിൽ കാണിച്ചിട്ടുണ്ട്. എംപ്ലോയ്മെന്റ് ആൻഡ് സ്കിൽ ഡെവലപ്മെന്റ് മേക്സ് എ മൂവ് ടുവേർഡ്സ് ക്വാളിറ്റി. അപ്പൊ നമ്മുടെ മെന്റൽ ഹെൽത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമായതുകൊണ്ട് തന്നെയാണ് ഇപ്രാവശ്യത്തെ എക്കണോമിക് സർവേ 2024 മെന്റൽ ഹെൽത്തിനെ കുറിച്ച് അഡ്രസ് ചെയ്തിട്ടുള്ളത്. ഇംപ്രൂവ്ഡ് ലേബർ മാർക്കറ്റ് ഇൻഡിക്കേറ്റേഴ്സ്, അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ഡിക്രീസ് ചെയ്ത് 3.2% ആയിട്ടുണ്ട് 2022-2023 എന്നുള്ള കാര്യം മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇന്നോവേഷൻസ് ആൻഡ് സ്റ്റാർട്ടപ്പ് കൾച്ചർ, നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ 15 FY15ഉം FY24ഉം നോക്കുന്ന സമയത്ത് 17 ടൈംസ് ആണ് നമ്മുടെ ഇന്നോവേഷൻസ്, നമ്മുടെ സ്റ്റാർട്ടപ്സും ഇന്നോവേഷൻസും സ്റ്റാർട്ടപ്പ് ഹബ്ബുകൾ കൂടിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ 17 ടൈംസ് എന്ന് പറയുന്ന ഈ കാര്യം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഫിനാൻഷ്യൽ ഇയർ 24ഉം ഫിനാൻഷ്യൽ ഇയർ 15ഉം നോക്കുമ്പോൾ സ്റ്റാർട്ടപ്സിൽ ഉണ്ടായ ഹൈക്ക് എന്ന് പറയുന്നത് 17 ടൈംസ് ആണ്. അതായത് കുത്തനെയുള്ള ഇൻക്രീസ് ആണ്. റെഡി ആണല്ലോ? ഇത്തരം കാര്യങ്ങളാണ് സ്റ്റാർട്ടപ്സിൽ പറഞ്ഞിട്ടുള്ളത്. റെഡി ആണല്ലോ? നമ്മുടെ ബജറ്റ് സർവേയിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കീ ഹൈലൈറ്റ്സ് ആണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. ഇന്ന് ബജറ്റ് വരുമ്പോൾ നമ്മൾ അതിന്റെ ഡീറ്റെയിൽ അനാലിസിസ് വീഡിയോയും ചെയ്യുന്നതായിരിക്കും. അതിനെല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഡെയിലി കറണ്ട് അഫെയർ അപ്ഡേറ്റ്സിനായിട്ട് എല്ലാവരും എൻ്റെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. എൻ്റെ ടെലിഗ്രാം ഗ്രൂപ്പിന്റെ പേര് കറണ്ട് അഫെയർസ് വിത്ത് അനു എന്നാണ്. ഡെയിലി കറണ്ട് അഫെയർ അപ്ഡേറ്റ്സ്, പോൾസ്, ക്വിസസ്, പിന്നെ നിങ്ങൾക്ക് ക്ലാസ് നോട്ട്സ്, യൂട്യൂബ് നോട്ട്സ് ഇതെല്ലാം തന്നെ ഈ ഗ്രൂപ്പിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഡെയിലി കറണ്ട് അഫെയർ അപ്ഡേറ്റ്സിനായിട്ട് എൻ്റെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ ബജറ്റിന്റെ ഡീറ്റെയിൽ അനാലിസിസ് വീഡിയോയ്ക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.